വെൽക്കം ടു എജുപോഡ്. മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ളത് സോഷ്യോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ്. ഈ ടോപ്പിക്ക് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. മാത്രമല്ല, ഈ ടോപ്പിക്കിൽ നിന്നും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമുക്ക് 2 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ദെൻ A+ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് പോകുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ വരും. മാത്രമല്ല, ഡെയിലി പ്ലാൻ അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളുടെയും നോട്ട്സും ദെൻ മൈക്രോ ബീറ്റ് ആൻഡ് ലൈവ് ലിങ്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി ആ ഗ്രൂപ്പിലാകും വരുന്നുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ, സംസ്കാരവും സാമൂഹ്യവൽക്കരണവും എന്ന ചാപ്റ്ററിലുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സോഷ്യലൈസേഷൻ. അറിയാലോ, സാമൂഹ്യവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് നമ്മൾ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ്, ഫസ്റ്റ് വൺ ഈസ് സോഷ്യലൈസേഷൻ, then stages of socialization, the final one is agencies of socialization. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് 8 മാർക്കിൻ്റെ ചോദ്യം, 6 മാർക്കിൻ്റെ ചോദ്യവും then 4, 2 ഇത്രയും മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചങ്ങോട്ട് പോവുക. സെറ്റാണല്ലോ. നമുക്ക് നോക്കാം, വാട്ട് ഈസ് സോഷ്യലൈസേഷൻ. Socialization is the process through which a person learns the values, norms, customs, behaviors and culture of society. അപ്പോൾ നമ്മളെല്ലാവരും സോഷ്യലൈസ്ഡ് ആണോ, അതോ നമ്മൾ സോഷ്യലൈസ്ഡ് അല്ലാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയാണോ, ഒന്നിനും ഉൾപ്പെടാതെ നിൽക്കുന്ന അവസ്ഥയാണോ? നോക്കാം, നമ്മൾ സോഷ്യലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത്. സോഷ്യലൈസേഷൻ എന്നത് ഒരു വ്യക്തി സമൂഹത്തിലെ മൂല്യങ്ങളെ, അവിടുത്തെ ആചാരങ്ങളെ, നിയമങ്ങളെ, പെരുമാറ്റങ്ങളെ, ആ സമൂഹത്തിലുള്ള സംസ്കാരം എന്നിവ പഠിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ സോഷ്യലൈസ്ഡ് ആവാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പഠിക്കുകയല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഓരോ കാലങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടേ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മുടെ ലൈഫിൻ്റെ എൻഡ് വരെ നമ്മൾ സോഷ്യലൈസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദെൻ ഇറ്റ് ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ ടു ബിക്കം എ സോഷ്യൽ ബീയിങ് ബൈ ലേണിംഗ് ഹൗ ടു ബിഹേവ്, talk, interact and live in society. നമ്മൾ ഇതിലൂടെ ഒരു മനുഷ്യൻ സാമൂഹിക ജീവിയായിട്ട് ഒരു സോഷ്യൽ ആനിമലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ അവൻ ആ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നല്ല രീതിയിലും ദെൻ മോശം രീതിയിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റി, ഏത് സൊസൈറ്റിയും ആയിക്കോട്ടെ, അവിടെ നമ്മൾ എങ്ങനെ പെരുമാറണം, അതിലൂടെ ആളുകളോട് നമ്മൾ എങ്ങനെ സംസാരിക്കണം, ദെൻ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടണം എന്നിവയെല്ലാം നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, ദെൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ നമ്മൾ സോഷ്യലൈസ്ഡ് ആണോ എന്നുള്ളത്? ആണോ? നിങ്ങളൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തും, നിങ്ങൾ സോഷ്യലൈസ്ഡ് ആണോ എന്നുള്ളത്. ഓക്കെ, ദെൻ മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് ഏത്, സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തായാലും നമുക്കൊരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ 4-3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെ വരുന്നുണ്ട്? ഫസ്റ്റ് വൺ ഈസ് ഏതാ വരുന്നത്, പ്രൈമറി സോഷ്യലൈസേഷൻ. സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി സോഷ്യലൈസേഷൻ. തേർഡ് വൺ ഈസ് അഡൾട്ട്
സോഷ്യലൈസേഷൻ. ഇതിൽ പ്രധാനപ്പെട്ടത് ഫസ്റ്റത്തേതാണ്. ഏതൊക്കെയാണ്? പ്രൈമറി സോഷ്യലൈസേഷൻ ആൻഡ് സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണ് വളരെ പ്രധാനപ്പെട്ടത്. ഇവിടെ നിങ്ങളൊരു പിക്ചർ കണ്ടോ? ആ പിക്ചറിൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഒരു മനുഷ്യൻ സോഷ്യലൈസ്ഡ് ആയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഇത് എവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഈ പിക്ചറിൽ നിങ്ങൾ ഏത് പിക്ചറുമായാണ് നിങ്ങളുടെ ഒരു പ്രായം നിങ്ങളൊന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മളില്ലേ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ വലുതായി സ്കൂളിൽ പോയി ഒരു ബിസിനസ് മാനോ അല്ലെ ഒരു വൃദ്ധനായിട്ട് മാറുന്നുണ്ട്. എന്നാലും നമ്മുടെ സോഷ്യലൈസേഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകും. പ്രൈമറി സോഷ്യലൈസേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. It happened in the early years of childbirth, mostly in the family. അപ്പോൾ നമ്മൾ ജനിക്കുന്നത് ഒരു കുടുംബത്തിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു പ്രൈമറിലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യലൈസ്ഡ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? കുടുംബത്തിൽ നിന്നാണ്, ഫാമിലിയിൽ നിന്നാണ്. ശിശുകാലത്ത് പ്രധാനമായും കുടുംബത്തിലാണ് നമ്മുടെ ആദ്യത്തെ സോഷ്യലൈസിങ്, സാമൂഹ്യവൽക്കരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. The child learn basic skills such as talking, walking, eating habit, discipline, values and love. അല്ലേ, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലം ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഒരു കുഞ്ഞിനെ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ആ കുട്ടി ആ ഒരു ചെറിയ ആ ഒരു സ്റ്റേജ്, ഇൻഫാൻറ്റ് സ്റ്റേജിൽ നിന്നും ആ ഒരു കുട്ടി ഒരു അഡൾട്ടിലോട്ടോ അല്ലെങ്കിൽ ഒരു അഡോളസെന്റ് പീരീഡിലോട്ട് ആകുന്ന സമയത്ത് എത്രത്തോളം സ്റ്റേജസ് കഴിഞ്ഞിട്ടായിരിക്കും ആ കുട്ടി അവിടെ എത്തുന്നുണ്ടാവുക അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ചെറിയ കുട്ടീനെ എടുക്കുക. ഒരു കുട്ടി ജനിച്ച ഉടനെ നമ്മളൊരു കളിപ്പാട്ടം ആ കുട്ടി കൊടുക്കുന്ന സമയത്ത് എന്നാ പറഞ്ഞൊരു കൈയോടാണ് അവരെടുക്കുക? അല്ല, അത് ആ കുട്ടിയുടെ കൈയും കാലും ബോഡിയും എല്ലാം കൂടെ ആ ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കും. പിന്നീട് അതിൽ നിന്ന് ഓരോരോ സ്റ്റേജ് കഴിഞ്ഞ കുട്ടി എന്ത് ചെയ്യാൻ മുട്ടുത്താൻ പഠിക്കുന്നുണ്ട്, ദെൻ നിൽക്കാൻ പഠിക്കുന്നുണ്ട്, നടക്കാൻ പഠിക്കുന്നുണ്ട്. അതൊക്കെ ആ കുട്ടിയുടെ ഒരു ലേണിംഗ് ആണ് ഓരോ സ്റ്റേജിലായിട്ട്. ദെൻ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച്, ഭക്ഷണശീലങ്ങൾ പഠിക്കുന്നുണ്ട്, ദെൻ ഇമോഷൻസ് പഠിക്കുന്നുണ്ട്, ദെൻ ലവ്, സ്നേഹം അല്ലേ, അച്ഛനോടും അമ്മനോടും ദെൻ സിബ്ലിങ്സിനോടും എല്ലാം, മുത്തശ്ശിമാരോടൊക്കെയുള്ള സ്നേഹവും കാര്യങ്ങളും ആ കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത്? ഒറ്റയ്ക്ക് പഠിക്കുന്നതാണോ? ബാക്കിയുള്ളവരെ കാണിച്ചു കൊടുക്കുന്നത് കണ്ട് പഠിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നിയന്ത്രണം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ അല്ലെ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? ആ വീട്ടിൽ നിന്ന് ആ കുട്ടി പഠിക്കുന്നുണ്ട്. ദെൻ ഫാമിലി ഷേപ്സ് ദ ചൈൽഡ് പേഴ്സണാലിറ്റി ഓഫ് മോസ്റ്റ് അല്ലെ, വ്യക്തിത്വം, പേഴ്സണാലിറ്റി. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? യെസ്, ഫാമിലിയിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിനും കുടുംബത്തിനൊരു പങ്കുണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? സെക്കൻഡറി സോഷ്യലൈസേഷൻ ആണ്. This occurs when the child goes to school or interact with the outside world. ഇത് എവിടെയാണ്? സ്കൂൾ സമൂഹത്തിലോ അല്ലെങ്കിൽ പുറത്ത് നിന്നോ ആണ് നമുക്ക് ഈ ഒരു സെക്കൻഡറി സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. ടീച്ചേഴ്സ്, ക്ലാസ്മേറ്റ്സ് ആൻഡ് സൊസൈറ്റി ടീച്ച് റൂൾസ്, കോപ്പറേഷൻ, ടീം വർക്ക് ആൻഡ് ഡിസിപ്ലിൻ അല്ലേ. അപ്പോൾ ഒരു കുട്ടി വലിയ രീതിയിൽ സോഷ്യലൈസ്ഡ് ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? സെക്കൻഡറി സ്റ്റേജിലാണ് അല്ലേ. അധ്യാപകർ, സഹപാഠികൾ, സമൂഹം എന്നിവരിൽ നിന്ന് നിയമങ്ങൾ, സഹകരണം, ക്രമശീലങ്ങൾ, കൂട്ടായ്മ എന്നിവ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതിലേക്ക് ഒന്നും കൂടെ ഒരു പടി നമ്മൾ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? ബേസിക് ആയിട്ടുള്ള ഒരു നമുക്ക് ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. എന്നാൽ ഒരു കോപ്പറേഷൻ അല്ലേ, പരസ്പരം ടീം വർക്ക്, ദെൻ അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡറി സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ദ ചൈൽഡ് ലേൺ ടു അഡ്ജസ്റ്റ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് ലാർജർ സൊസൈറ്റി. സമൂഹവുമായി പൊരുത്തപ്പെടാനും ആ കുട്ടി അവിടെ പഠിക്കുന്നുണ്ട്. ദെൻ മറ്റെന്താണ്? അഡൾട്ട് സോഷ്യലൈസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. ദിസ് ഹാപ്പൻ ഇൻ യൂത്ത് ആൻഡ് അഡൾട്ട്ഹുഡിലാണ് നമ്മുടെ ഈ ഒരു സോഷ്യലൈസേഷൻ സമയം. യൗവനത്തിലും യൗവന സമയത്താണ് ഈ ഒരു സോഷ്യലൈസ്ഡ് ആവുന്നത്. പീപ്പിൾ ലേൺ വർക്ക് റിലേറ്റഡ് സ്കിൽസ്, പ്രൊഫഷണൽ ബിഹേവിയർ, റെസ്പോൺസിബിലിറ്റീസ്, മാരേജ് റോൾസ്. ഈ ഒരു സമയത്ത് എന്തൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ? തൊഴിൽ,
ഒരു തൊഴിൽ പഠിക്കണം, ആ തൊഴിലുമായി ബന്ധപ്പെട്ട സ്കില്ല് പഠിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ബിഹേവിയർ, റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ വിവാഹ ജീവിതം എന്നിവയെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പഠിക്കുന്നുണ്ട്. എന്നാലും പഠനം അവിടെ തീരുന്നുണ്ടോ? തീരുന്നില്ല. വീണ്ടും 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 നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വർക്ക് പ്ലേസ്, കോളേജ്, ഫ്രണ്ട്സ് ആൻഡ് ന്യൂ എക്സ്പീരിയൻസ് ഷേപ്പ് ബിഹേവിയർ, അല്ലെ? ജോലി സ്ഥലമാണെങ്കിലും കോളേജ് ആണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ഒക്കെ എന്ത് സംഭവിക്കും? ഒരു അനുഭവങ്ങൾ, ഒരു പുതിയ ഒരു ബിഹേവിയർ, ഒരു സ്വഭാവം നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്റ്റേജസ്: പ്രൈമറി സോഷ്യലൈസേഷൻ, അതുപോലെ തന്നെ സെക്കൻഡറി സോഷ്യലൈസേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അഡൽട്ട് സോഷ്യലൈസേഷൻ. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, എസ്സേ ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, നമ്മുടെ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏജൻസികളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫാമിലി, സെക്കൻഡ് വൺ ഈസ് പിയർ ഗ്രൂപ്പ്, സ്കൂൾ ആൻഡ് മാസ് മീഡിയ. ദെൻ വേറെയും വരുന്നുണ്ട്, റിലീജിയൻ, വർക്ക് പ്ലേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം. ഫാമിലി, കുടുംബം. നമ്മളെല്ലാവരും ഒരു ഫാമിലിയുടെ അംഗമല്ലേ? യെസ്. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏജൻസി, അല്ലെ? ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഏജൻസിയാണ് ഇത് പറയുന്നത് ഫാമിലി, കുടുംബം. പാരൻസ് ആർ ദ കീ സോഷ്യലൈസിങ് ഏജൻസി. ഇവിടെ ആരാണ്? മാതാപിതാക്കളാണ് ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കീ ആയിട്ടുള്ള പ്രധാന സാമൂഹ്യവൽക്കരണ ഏജന്റുമാർ. ദ റീജിയൻ ആൻഡ് ദി സോഷ്യൽ ക്ലാസ് ഓഫ് ദി ഫാമിലി ഇൻ ടു വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് ഫോർ ആൻ എഫക്ട് പാറ്റേൺ ഓഫ് സോഷ്യലൈസേഷൻ. ഒരു വ്യക്തി ജനിക്കുന്ന കുടുംബവും കുടുംബത്തിന്റെ പ്രദേശവും സാമൂഹ്യ വർഗവും സാമൂഹിക വൽക്കരണത്തെ സ്വാധീനിക്കുന്നുണ്ട്. ആ വ്യക്തി എവിടെയാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി ഏത് സമൂഹത്തിലാണോ ജനിക്കുന്നത്, ഏത് കുടുംബത്തിലാണോ ജനിക്കുന്നത്, അപ്പോൾ ആ കാര്യങ്ങൾ, ഏത് കാസ്റ്റിലാണോ, ഏത് റിലീജനിലാണോ, ആ സംഭവങ്ങൾ എല്ലാം ആ വ്യക്തിയുടെ സോഷ്യലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് ബാധിക്കുന്നുണ്ട്. ചിൽഡ്രൻ ലേൺ ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് their parents or other in their neighborhood or community. അപ്പോൾ കുട്ടികൾ പെരുമാറ്റ രീതികൾ സ്വീകരിക്കുന്നത് മാതാപിതാക്കന്മാരിൽ നിന്നോ അല്ലെങ്കിൽ അയൽപ്പക്ക സമുദായങ്ങളിൽ നിന്നോ ആയിരിക്കും. അപ്പോൾ ഒരു എപ്പോഴും ആ ഒരു കുട്ടി ഈ ഒരു പ്രൈമറി സ്റ്റേജിൽ എന്താവണം എന്നില്ല, ഫാമിലിയിൽ നിന്ന് മാത്രം ഞാൻ സോഷ്യലൈസ് ആവണോ എന്നില്ല. ചിലപ്പോൾ നമുക്ക് നൈബേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ നിന്നോ കമ്മ്യൂണിറ്റിയിൽ നിന്നോ ഒക്കെ നമ്മളത് ആ സോഷ്യലൈസ്ഡ് ആവാൻ സഹായിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് പിയർ ഗ്രൂപ്പ്, അല്ലെ? സുഹൃത്തുക്കളുടെ കൂട്ടം. നിങ്ങളൊക്കെ ഒരു പിയർ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരാണ്, അല്ലെ? പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ഏജ് ആയിട്ടുള്ള സമപ്രായക്കാരുടെ ഒരു കൂട്ടമാണ്. പിയർ ഗ്രൂപ്പ് ആർ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസ് ഓഫ് എ സിമിലർ ഏജ്. അല്ലെ? ഒന്നെങ്കിൽ എന്താകും? സിമിലർ ഏജോ അല്ലെങ്കിൽ ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഡിഫറൻസ് ഉണ്ടാകും, അല്ലേ? യെസ്. Peer relationship remain important throughout a person's life. Then it shapes child's attitude and behavior. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുവരെ നിങ്ങൾ പ്രോഗ്രാമിങ് ചെയ്ത് വിട്ട്, അല്ലെ, വീട്ടുകാർ വിട്ടിരുന്ന ആ ഒരു സോഷ്യലൈസിങ്ങിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ ഫാമിലിക്കും ഒക്കെ ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ ചോദിക്കും, എടാ നീ ആകെ ഫുള്ള് മാറിയല്ലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എന്താണ് ഇങ്ങനെ വ്യത്യാസമാവാനുള്ള കാരണം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും ഇവൻ്റെ കൂട്ടുകെട്ടാണ് വിഷയം എന്നൊക്കെ നമ്മുടെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇടയിലുണ്ടാവുന്ന സൗഹൃദ ബന്ധങ്ങൾ തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. സമപ്രായക്കാരുമായുള്ള ബന്ധം ഒരു കുട്ടിയുടെ ജീവിതത്തിലുടനീളം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ദെൻ ഒരു വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ ജീവിതശൈലി, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ രൂപപ്പെടുത്തുന്നതിൽ പിയർ ഗ്രൂപ്പ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. Then informal groups of people of similar ages at work
and in other contexts are of ensuring importance in shaping individual attitude. ഒരു വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ ജീവിതശൈലി, മനോഭാവ പെരുമാറ്റങ്ങൾ എന്നിവ രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ആര് വഹിക്കുന്നുണ്ട്? സമപ്രായക്കാരുടെ ഇടയിൽ നമ്മളെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്കൂളാണ് വരുന്നത്. സ്കൂളാണ്, വിദ്യാലയങ്ങളാണ്. സ്കൂൾ ഈസ് എ ഫോർമൽ ഓർഗനൈസേഷൻ, അല്ലെ, ഒരു ഔപചാരിക പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? സ്കൂള്. Then school are agency of socialization in more subtle manner. അപ്പോൾ സ്കൂളുകൾ കൂടുതൽ എന്താണ്? സൂക്ഷ്മമായ രീതിയിൽ, മൈക്രോ ലെവലിൽ കുട്ടികളെ, വിദ്യാർത്ഥികളെ സാമൂഹ്യവൽക്കരിക്കാൻ സഹായിക്കുന്ന ഒരു ഏജൻസിയാണ് ഏത്? സ്കൂള്. ഇപ്പൊ സ്കൂളിലുണ്ട് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നാണ്. ഇപ്പൊ നിങ്ങൾ പല പല വിഷയങ്ങൾ പഠിക്കുന്നു, പല ഭാഷകൾ പഠിക്കുന്നു, ഇതിനെ കൂട്ടാനും കുറക്കാനും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. സ്കൂളിൽ നിന്നുള്ള ബേസിക്കായി നമ്മൾ ഓരോ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. ദെൻ നമ്മുടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ദെൻ ഡെമോക്രസി ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ ഒരു ഹ്യൂമൻ ആനിമൽ, അല്ല സോറി, ഒരു സോഷ്യൽ ആനിമൽ ആകുവാൻ ആര് കാരണക്കാരനാവുന്നുണ്ട്? സ്കൂൾ ആവുന്നുണ്ട് അല്ലേ? യെസ്. ദെൻ സ്കൂൾ ഓൾസോ ടീച്ച് ജെൻഡർ റോൾ ആൻഡ് എമംഗ് സ്റ്റുഡൻസ്. സ്കൂളുകളിൽ വിദ്യാർത്ഥിക്കിടയിൽ ലിംഗപരമായ റോളുകൾ, അല്ലേ, അതെവിടെ പഠിപ്പിക്കുന്നുണ്ട്? സ്കൂളുകളിൽ ജെൻഡർ റോളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് മാസ് മീഡിയ, ബഹുജന മാധ്യമം. ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ എവറിഡേ ലൈഫ്. ബോത്ത് ഇലക്ട്രോണിക് ആൻഡ് പ്രിന്റ് മീഡിയ ഹാവ് എ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. ബഹുജന മാധ്യമം, അല്ലെ, നമ്മുടെ സാമൂഹ്യവൽക്കരണത്തെ പ്രധാനപ്പെട്ട രീതിയിൽ അത് സ്വാധീനിക്കുന്നുണ്ട്, അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നിങ്ങളിപ്പോൾ എല്ലാവരും കയ്യിൽ ഫോണൊക്കെ ഉള്ളവരായിരിക്കും. അതെ, നമ്മളെ ഭൂരിഭാഗം ആളുകളും ഇന്ന് എന്താണ്? സോഷ്യൽ മീഡിയയിലായിട്ടും ഇന്റർനെറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. ദെൻ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇപ്പം നമ്മൾ പേപ്പർ വായിച്ചില്ലെങ്കിലും ഇപ്പം നമുക്ക് ഫോണിനകത്താണെങ്കിലും ന്യൂസും മാത്രമല്ല പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസുകളും ഒക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളത് പഠിച്ചെടുക്കുന്നുണ്ട്. ദെൻ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും അച്ചടി മാധ്യമങ്ങളുടെയും പ്രാധാന്യം ഇന്ന് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. ഒരു പേപ്പർ, ഒരു സോഷ്യോളജി സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ ഒരു ന്യൂസെ കുറിച്ച്, നമ്മൾ ഒരു സൈറ്റ് എപ്പോഴും ബോധവാന്മാരായിരിക്കണം. എന്താണ് ഇന്ന് നടക്കുന്നത്, ഇന്നലെ എന്ത് നടന്നു എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ദ മീഡിയ ക്യാൻ മേക്ക് ദ ആക്സസ് ടു ഇൻഫർമേഷൻ ഫോർ മോർ ഡെമോക്രാറ്റിക്. മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകാനുള്ള മാർഗങ്ങൾ കൂടുതൽ ജനാധിപത്യമാക്കുന്നു, അല്ലെ. അപ്പം നമ്മൾ ഈ ന്യൂസിലൂടെയൊക്കെ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച്, രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പല പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ. അപ്പോൾ അതുവഴി നമ്മളൊരു ഡെമോക്രാറ്റിക് ആയിട്ട് ജനാധിപത്യം എങ്ങനെയാണ്, ദെൻ പല കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? സോഷ്യൽ മീഡിയ വഴിയും ന്യൂസിലൂടെയും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് മാസ് മീഡിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത്, ഈ സോഷ്യലൈസേഷൻ എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എന്താണ് സോഷ്യലൈസേഷൻ? 2 മാർക്കിന് ചോദിക്കാം. ദെൻ ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ, അല്ലേ, ഏതൊക്കെയാണ്? പ്രൈമറി സോഷ്യലൈസേഷൻ, അതുപോലെ തന്നെ സെക്കൻഡറി അഡൾട്ട് സോഷ്യലൈസേഷൻ നമുക്ക് ദെൻ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. ദെൻ നമ്മുടെ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ, ഫാമിലി, പിയർ ഗ്രൂപ്പ്, സ്കൂൾ ആൻഡ് മാസ് മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ഷോർട്ടസ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ സെറ്റാണല്ലോ. ദെൻ നിങ്ങൾ എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ? പെട്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കാം. ദെൻ എത്ര തരത്തിലുള്ള ടോപ്പിക്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അല്ലേ, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി
സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിന് താഴെ ലിങ്ക് ഉണ്ടായിരിക്കും, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പ് വഴിയാവും നിങ്ങൾ അറിയുന്നുണ്ടാവുക. ചുമ്മാ മിസ്സാക്കരുത്. എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ദെൻ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.